എന്റെ ലച്ചു, നീ ഇങ്ങനെ ഇവിടെ വന്ന് കുത്തിയിരിക്കാതെ ആ കൊച്ചിനെ വിളിച്ചു വല്ലതും കഴിക്കാൻ കൊടുക്ക്. കൊടുത്തിട്ട് കഴിക്കണ്ടേ? ഇനിയിപ്പൊ അവക്ക് വിശക്കുമ്പോ വന്ന് കഴിച്ചോളൂ. നോക്കിയിരുന്നു. കല്ലൂസ് ഇപ്പൊ ഇങ്ങോട്ട് ഓടി വരും. കല്ലൂസ് വീടിന്റെ പുറത്തേക്ക് ഓടിയത് അമ്മ അറിഞ്ഞായിരുന്നോ? കല്ലൂസ് വീട്ടിക്ക് വെളിയില പോണാളാ? അയ്യോ, പിന്നല്ലാതെ അവൾ ആ ബെഞ്ചിന്റെ അവിടെ ഇരിക്കുവായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചു കഴിഞ്ഞപ്പോ തന്നെ അവൾ ഇറങ്ങി ഒറ്റ ഓട്ടം. രണ്ടടിയും കൊടുത്ത് വിളിച്ചോണ്ട് വരണ്ടേ? എന്റെ ലച്ചു, നീ എന്തിനാ ഇങ്ങനെ കൊച്ചിനെ അടിക്കുന്നേ? ആഹാ, അപ്പൊ കഥകളൊക്കെ അറിഞ്ഞല്ലേ? എന്നെ സിദ്ധു, ഈ പിള്ളേര് കാണിക്കുന്ന മൊത്തം കണ്ടോണ്ടിരിക്കാൻ പറ്റൊന്നുമില്ല. പിന്നെ നമ്മളെന്തിനാണ് പാരന്റ്സ് ആന്ന് പറഞ്ഞ് നടക്കണേ? എന്റെ ലച്ചു, അവള് കുഞ്ഞല്ലയോ? ഈ പറയുന്ന ഞങ്ങളും കുഞ്ഞ എന്നപ്പോ എന്തോരം തല്ലിയിട്ടുണ്ട് അമ്മൂമ്മ. അതൊക്കെ വല്ലതും ഓർമ്മയുണ്ടാ? എന്നെ ലച്ചു, ഇത് അവ ഒന്നുമേ സാപ്പിട മാട്ടാ, സണ്ട പോട്ടിട്ട് ഇരുന്നാ. ആ കൊച്ചിനെ പറഞ്ഞ് പിന്നെയും മനസ്സിലാക്ക, ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് പാട്. എടാ, എനിക്ക് പിള്ളേരോടൊക്കെ സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ അടുത്ത് ഷോ കാണിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വലുതെന്നോ ചെറുതെന്നോ നോക്കാറില്ല. എന്റെ സ്വഭാവം അങ്ങനെയായിപ്പോ. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കൊച്ചിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. അതെ, ഈ ആണ്ടിലും കൊല്ലത്തിലും ഇങ്ങോട്ട് കയറി വന്ന് പിള്ളേരെ കളിപ്പിച്ച് തിരിച്ച് ദുബായിക്ക് പോകുന്ന പോലെയല്ല. കുഞ്ഞുങ്ങളെ നോക്കാനേ നല്ല കഷ്ടപ്പാടാ. ഇതാ, നമ്മൾ ആരെന്ത് പറഞ്ഞാലും ലച്ചു തിരിച്ചു പറയാൻ ഒരു മറുപടി ഉണ്ട്. എന്റെ സിദ്ധു, കൊച്ചിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സിദ്ധുവിന്റെ കാര്യം നോക്കി പോക്കോ. പിന്നെ അത് മാത്രല്ല അമ്മൂമ്മ, ആ കൊച്ചിനിപ്പോ ദേഷ്യം വന്നാലേ കയ്യിൽ എന്ത് കിട്ടുന്നോ അതൊക്കെ വലിച്ചെറിയുന്ന ഒരു പുതിയ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് കൺട്രോൾ ചെയ്യണം, അത്രേ ഉള്ളൂ. என்ன லட்சு, இது சின்ன குழந்தைனா அப்படிதான். நான் கூட சின்ன குழந்தையா இருக்கும்போது இந்த பால் குப்பி எல்லாம் இருக்குல்ல, அதெல்லாம் தூக்கி வீசி இருக்கேன். முத்துக்குமரனா இப்பவும் அதை சொல்லி என்ன ஓட்டுவாரு தெரியுமா உனக்கு? அதெல்லாம் நினைச்சாலே சிரிப்பா வரும். ഞങ്ങൾക്ക് ചെറുപ്പൊന്നും വരുന്നില്ല. അതെന്തുകൊണ്ടാണ് ആന്റി അങ്ങനെ ചെയ്തതെന്നറിയോ? വീട്ടിൽ നല്ല പേട്ട തരാൻ ആരും ഇല്ലാത്തതിന്റെ കുഴപ്പമായിരുന്നു. അതെ, സംഭവം എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ആർക്കും വിശക്കൊന്നുണ്ടാവില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. വല്ലതും തന്നായിരുന്നെങ്കിൽ മിണ്ടാത്തന്നിട്ട് അവിടെ പോയി ഇരുന്നേന്. അതിനെടുത്ത് തടന്ന് നിർബന്ധമുണ്ടോ? കയ്യും കാലൊക്കെ എടുത്ത് കഴിച്ചുകൂടി. എനിക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ട്, പക്ഷെ ആരും എടുത്തു തരണമൊന്നുമില്ല. ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം. ஐயோ, அது வேண்டாம், நான் எடுத்து கொடுக்கறேன். വേണ്ട ആന്റി, ഞാൻ പിന്നെ കഴിച്ചോളാം. ലച്ചിങ് വന്നേ, ഇങ്ങോട്ട് വാ. എന്താ? ഇതൊന്നും സംസാരിക്കാനുണ്ടായിരുന്നു. അയ്യോ, ഇവിടെ ഇഷ്ടം പോലെ ജോലി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഒന്നുമില്ല സിദ്ധു, ഇവിടുത്തെ ജോലിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം. നീ സിദ്ധുമോന്റെ കൂടെ ചെല്ല്. വാ വാ. 2 മിനിറ്റ് ചെതു പോക്കോ, ഞാൻ പോരാ. 2 മിനിറ്റ്. 2 മിനിറ്റിനുള്ളിൽ അവിടെ ഉണ്ടാവണം. ഓക്കെ? അളിയാ, അല്ലയാ, കൊച്ചിനെ വടി വെച്ചാണോ തല്ലിയത്? അല്ല, കൈകൊണ്ട്. അല്ല, വടികൊണ്ട്. അല്ല, എനിക്ക് ഓർമ്മയില്ല. ലച്ചു, ഓപ്പാ കൂപ്പിട്ടാൻല. പിന്നെ ആന്റി, ഞാൻ ഈ ബിൽഡപ്പ് ഒക്കെ കാണിച്ച് ഇവിടെ നിക്കണമെന്നേ ഉള്ളൂ. ഞാനിപ്പോ സിദ്ധുവിന്റെ അടുത്ത് പോയാലേ സിദ്ധു എന്നെ അടുത്ത് എറിയും. കേശുവേ, ഞാൻ സിദ്ധുവിന്റെ അടുത്തേക്ക് പോവാ. എങ്ങാനും വല്ല നിലവിളി കേൾക്കുവാണെങ്കിൽ വന്നേക്കണേടാ. പോയിട്ട് വരാവേ. ഈ കൊച്ചിന്റെ ഒരു കാര്യം നല്ല പേടിയുണ്ട്, എന്നാ ഒട്ട് സമ്മതിച്ചു കൊടുക്കത്തുമില്ല. അഹങ്കാരത്തിന് ഒരു കുറവില്ല. ദൈവമേ, ആ കുട്ടിക്കുരിപ്പം വളർന്നു വരുമ്പോ ഇതുപോലെ ആവുമെന്ന്. ഞാൻ ആന്റി ചടങ്ങിലോട്ട് കിടക്കാം. ഫുഡ് ഇട്ട്. ആ, അതെ, ഇപ്പൊ തരാം. കല്ലു, എനിക്ക് വിശന്നപ്പോ ഞാൻ കഴിച്ചേ, നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ട. കല്ലു, വാടി കഴിക്കാം. എനിക്ക് വേണ്ട. കല്ലു, പ്ലീസ് ഇടി വന്ന് കഴിക്ക്. എനിക്ക് വേണ്ട. നീ എന്തിനാ ഇത്ര ഒച്ച വെക്കുന്നേ? എനിക്ക് വേണ്ട. ഇടി വന്ന് കഴിക്കടേ. എനിക്ക് വേണ്ട. എന്താ കുഴപ്പം? നീ എന്തിനാ അവളുടെ വെറുതെ പുറകെ നടന്ന് ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കണത്? അവള് കഴിക്കുന്നില്ല. അതെനിക്കറിയാലോ കഴിക്കുന്നില്ല എന്ന്. മോളെ, ഒരു 10 മിനിറ്റ് ഞാൻ നിനക്ക് സമയം തരും. അത് കഴിഞ്ഞാണ്ടല്ലേ ഇവിടെ പിന്നെ തൃശ്ശൂർ പൂരായിരിക്കും. നോക്കിയോ. എന്താണ് ലച്ചു നിനക്ക് പ്രശ്നം? പിന്നെ അവളായിട്ട് വരട്ടണോ? എന്റെ അമ്മ അവളൊന്നും കഴിച്ചിട്ടില്ല, അതറിയോ? എന്റെ കുഞ്ഞ് അമ്മൂമ്മ പറഞ്ഞ കേക്കും അല്ലേ? അമ്മൂമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. അതില്ലാതാക്കല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയുമ്പോ ലച്ചുവിന് പ്രശ്നം. എന്തായി? കഴിഞ്ഞില്ലേ അമ്മയുടെ മോളുടെ അംഗം? എവിടെ? ലച്ചൂസേ, വെറുതെ എന്റെ കല്ലൂസിനെ വഴക്ക് പറയരുത് കേട്ടോ. എന്റെ കല്ലൂസിന് അച്ഛനിപ്പം മിഠായി കൊടുക്കും. എന്തൊരു കൊച്ചടാ ഇത്.
ലോകത്തിന്റെ കീഴില് വേറെ ഒരു കൊച്ചു ഇങ്ങനെ പറയും. ലോകത്ത് ഒരു കൊച്ചു അനുഭവിക്കാത്തത് ഇന്ന് എന്റെ കൊച്ചു അനുഭവിക്കും. എന്താ നോക്കി പഠിപ്പിക്കണേ? കല്ലുമാ ഞാൻ ഉനക്ക് പാൽ പായസം ഉണ്ടാക്കി തരട്ടാ. ആ എന്നാ പിന്നെ കുറച്ച് പഞ്ചാമൃതവും കൂടെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് വേണ്ട, ഞാൻ ഡയറ്റാ. മധുരം വേണ്ടാന്നല്ലേ? എന്നാ പിന്നെ നല്ല ചൂരൽ കഷായം തരട്ടെ. അതാകുമ്പോ അച്ഛനെടുത്തോണ്ട്. അച്ഛന് കൊടുക്കാം, അച്ഛന് കൊടുക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. എന്റെ പൊന്നു ലച്ചു, നീ കൊച്ചിന്റെ അടുത്ത് കിടന്ന് ചൊറിയാൻ നിക്കാതെ നിന്റെ കാര്യം നോക്കാൻ നോക്ക്. അത് തന്നെ. അതെ അതെ അതെ, ഒരു മിനിറ്റ് ഇവിടുന്ന് എല്ലാരും ഒന്ന് മാറി തരുവാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ശരിയാക്കി തരാം. അരുമ്പാവല്ലേ? ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. കൊച്ചുനാളി ലച്ചു കാണിച്ചത് വെച്ച് നോക്കുമ്പം കല്ലുമോള് തങ്കമാ, തനി തങ്കം. അത്രക്ക് അലമ്പായിരുന്നോ? ഭയങ്കര അലമ്പായിരുന്നേ. മോനൊരു കാര്യം കേൾക്കണോ? ചെറുതിലെ ഈ ലച്ചു ഇതാണോ ഇപ്പൊ നമ്മുടെ വിഷയം? അല്ലല്ലോ, ആദ്യം ആ കൊച്ചിനെ നേരാക്കി. ഞാൻ എന്താ വളയിരിക്കാണ്? നേരാക്കാൻ. അതെ അതെ അതെ, എല്ലാരും പോയി. അരുമ്പാവല്ലേ? ஐயோ கல்லுக்குட்டா, நான் உனக்கு கதை சொல்லி கொடுத்துட்டு உனக்கு பால் தரட்டா. വേണ്ട, ചെല്ലല്ല. വേണ്ട. ആന്റി സന്തോഷായില്ലേ? കിട്ടിയല്ലോ. എന്റെ ലച്ചു, നീ അപ്പുറത്തെങ്ങാനും പോയേ. നീ നിൽക്കുന്നുണ്ടോ കൊച്ചിങ്ങനൊക്കെ പറയുന്നേ? അത് ശരി. സിബിട്ട് ഞാൻ മിണ്ടുന്നില്ല, പ്രശ്നം തന്നല്ലേ? മിണ്ടണ്ട. കല്ലൂസിന്റെ പടക്കം മാറ്റാൻ പറ്റുമോന്നേ? അച്ഛനൊന്ന് നോക്കട്ടെ. അച്ഛൻ്റെ കയ്യിലേ ഒരു സൂപ്പർ സാധനമുണ്ട്. ആ സാധനം എടുത്തോണ്ട് അച്ഛനും മോളും കൂടെ വീടിന്റെ പുറത്തേക്ക് പോകും. ആരും ഞങ്ങളെ അന്വേഷിച്ച് വരാൻ പാടില്ല, പ്രത്യേകിച്ച് ലച്ചു. എന്നാ ഞാൻ ഇപ്പൊ വരാം. சித்து என்ன சாதனம் எடுக்க போயிருப்பான்? ആരമോട്ട. എന്റെ ലച്ചു, നീ ഒന്നും മിണ്ടായിരിക്കുവോ? എന്റെ കല്ലുമോള് പുറത്തു പോയി കഴിഞ്ഞാ കല്ലുമോളിന്റെ എല്ലാ പിണക്കവും മാറും. ഇല്ല. കല്ലുവിന് ഭയങ്കര പിണക്കമാണ്. ആ പിണക്കം അങ്ങനെ എങ്ങനെയൊന്നും ആരും വിചാരിച്ചാൽ മാറ്റാൻ പറ്റൂല, അല്ലേ മക്കളെ? എനിക്ക് യശോമനായ. ഞാൻ വീണ്ടും ചോദിക്കുന്നു, എനിക്ക് ഒരേ ഒരു മിനിറ്റ്, ഒറ്റ ഒരു മിനിറ്റ് എല്ലാരും ഒന്ന് മാറി തന്നാൽ. അരുമ്പാവല്ലേ? അളയോ അളയോ ഓ അളയോ, അളയന്റെ മോളുടെ പിണക്കം മാറ്റാൻ അളയനെ കൊണ്ട് പറ്റുമോ? പിണക്കം മാറ്റാനൊക്കെ പറ്റും, പക്ഷെ കല്ലൂസ് എന്റെ കൂടെ വരണം. ഞാൻ വരൂല. വരൂല? ഇല്ല. ഉറപ്പാ? ഉറപ്പാ. ഇങ്ങോട്ട് വാടി. ഇതൊക്കെ വലുതാകുമ്പോ എന്തായി തീരുവോ എന്തോ. ഇതുപോലാവും.